ഒരു കാലഘട്ടത്തിൽ വളരെയധികം തരംഗമായ തമിഴ് ചിത്രമായിരുന്നു കാതൽ ദേശം. നമ്മുടെ നടൻ വിനീതിനൊപ്പം കാതൽ ദേശത്തിൽ പ്രധാന വേഷത്തിലെത്തിയ അബ്ബാസ് പെൺകുട്ടികളുടെ ഹരമായി തീർന്നു. അബ്ബാസ് പിന്നീട് കരിയറിൽ വൻ വിജയങ്ങൾ കൊയ്തു. സിനിമാ മോഹികൾക്ക് സ്വപ്നം കാണാനാവാത്ത തുടക്കം ലഭിച്ചിട്ടും നിർഭാഗ്യം കൊണ്ട് അബ്ബാസ് സിനിമയിൽ നിന്നും ഒന്നും നേടാനാവാതെ വിദേശത്തേക്ക് പറന്നു. മിഴ്സ അബ്ബാസ് അലി എന്ന അബ്ബാസ് പശ്ചിമ ബംഗാളിലാണ് ജനിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അബ്ബാസ് മോഡലിംഗ് രംഗത്തെത്തി. പിന്നീട് കാതൽ ദേശത്തിൽ നായകനുമായി ചിത്രത്തിൻ്റെ ഗംഭീര വിജയത്തെ തുടർന്ന് പ്രിയ ഓ പ്രിയ, രാജ, രാജഹംസ എന്നീ തെലുഗു ചിത്രങ്ങളിലും പടയപ്പ, സ്വയംവരം എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു. ഡ്രീംസ്, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അബ്ബാസ് അഭിനയിച്ചു. ഇതിനിടെ ഷാരൂഖ് ഖാൻ നായകനായ ഹേറാമിലും ചെറിയ വേഷം ചെയ്തു. അതിനുശേഷം ലോകസുന്ദരി ഐശ്വര്യ റായിയുടെ നായകനായി കണ്ടുകൊണ്ടേനിൽ അഭിനയിച്ചു. ഐശ്വര്യ റായിയുടെ കാമുകനായി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷം മിന്നലെ എന്ന ചിത്രത്തിൽ സെക്കൻഡ് ഹീറോയായി. അങ്ങനെ 2000-ൻ്റെ തുടക്കത്തിൽ തമിഴ് സിനിമയിൽ മികച്ച യുവനടന്മാരിൽ ഒരാളായി അബ്ബാസ് മാറി. പിന്നീട് അൻഷ് എന്ന ഹിന്ദി ചിത്രത്തിൽ വേഷമിട്ടെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 2006 അബ്ബാസിൻ്റെ കരിയറിൽ തിരിച്ചടികൾ നേരിട്ട് തുടങ്ങി. ഹിന്ദി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അബ്ബാസ് തമിഴ് സിനിമകൾ ഒഴിവാക്കി തുടങ്ങി. കരാർ ഒപ്പിട്ട പല ചിത്രങ്ങളുടെയും ഷൂട്ട് മുടങ്ങി. പതിയെ അബ്ബാസ് സിനിമയിൽ നിന്നും പിന്തള്ളപ്പെട്ടു. നല്ല വേഷങ്ങൾ തേടിയെത്താതെയായി. സഹനടൻ്റെ റോളുകളിൽ അബ്ബാസ് ഒതുങ്ങി. ചെയ്ത സിനിമകൾ പലതും പുറത്തിറങ്ങിയതുമില്ല. അവസാനം സിനിമ വിട്ട അബ്ബാസ് ടെലിവിഷനിലേക്ക് ചേക്കേറി. ആ സമയത്ത് തനിക്ക് അഭിനയത്തോട് വിരക്തി തോന്നിയെന്നും പിന്നാലെ അഭിനയം ഉപേക്ഷിച്ച് താൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണെന്നും ഒരു അഭിമുഖത്തിൽ അബ്ബാസ് പറഞ്ഞു. അവസാനം ഗതികെട്ട അവസ്ഥയിൽ ഹാർപിക് ടോയ്ലറ്റ് ക്ലീനറിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കേണ്ടിയും വന്നു. പക്ഷേ ആ പരസ്യം വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചു. 2015 അബ്ബാസ് ന്യൂസിലാൻഡിൽ എത്തി. കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടതോടുകൂടി ചെറിയ ജോലികൾ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തേണ്ടി വന്നു അബ്ബാസിന്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലിക്ക് നിന്നും കുറച്ചുകാലം മെക്കാനിക്കായി. വർഷങ്ങളോളം പെട്രോൾ പമ്പിൽ കാഷ്യറായി ജോലിയെടുത്തു. പിന്നീട് മോട്ടിവേഷൻ സ്പീക്കറായി. 2023 അബ്ബാസ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. വീണ്ടും അഭിനയിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഇതുവരെ പുതിയ സിനിമകളൊന്നും അബ്ബാസ് ഒപ്പുവെച്ചിട്ടില്ല. ലോകസുന്ദരി ഐശ്വര്യ റായിയുടെ നായകനാകാൻ മോഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്കിടയിൽ ആ അവസരം ലഭിച്ച ഏറ്റവും ഭാഗ്യം ചെയ്ത നായകനായ അബ്ബാസിന് ആ തുടക്കം ഗംഭീരമാക്കാൻ കഴിയാതെ പോയെങ്കിലും ഈ വൈകി വന്ന വേളയിലെങ്കിലും നല്ല അവസരങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ മോഹവും ഈ രണ്ടാം വരവിൻ്റെ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും സാക്ഷാത്കരിക്കട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.